ആലപ്പാട്ടരയന്മാരുടെ പരിശ്രമവയ്പ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കുഴിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത്. ശിവരാത്രി ദിനമായ ബുധനാഴ്ച വൈകിട്ട് 6-നാണ് യാത്ര. പരിശും സ്ത്രീധനം വെപ്പിനായി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ആലപ്പാട്ടരയന്മാരുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായി. ശിവരാത്രി ദിവസം 6-ന് കുഴിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശിവരാത്രിയുടെ തലേ ദിവസം ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ താക്കോല് നമ്മളെ ഏൽപ്പിക്കുന്ന, പക്ഷേ ക്ഷേത്രത്തിൽ താക്കോല് അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കും. അടുത്ത ദിവസം രാവിലെ, അതായത് ശിവരാത്രി ദിവസം രാവിലെ വെളുപ്പിന് ആലപ്പാട്ട് അരയന്മാർ ചെന്ന് അനുവാദം കൊടുത്തതിന് ശേഷം മാത്രമേ ക്ഷേത്ര കോവില് തുറക്കാറുള്ളൂ. ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം. ക്ഷേത്ര കോവില് തുറക്കണമെങ്കിൽ ആലപ്പാട്ട് അരയന്മാരായ പ്രമുഖർ അവിടെ ഉണ്ട്. അവരുടെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ ക്ഷേത്രം തുറക്കാറുള്ളൂ. ആ തുടർന്നുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളും അന്നത്തെ എല്ലാ വിശേഷങ്ങളും ആലപ്പാട്ട് അരയന്മാരുടെ വകയാണ്. അതിൻ്റെ ഫുൾ ചെലവും കാര്യങ്ങളും എല്ലാം ആലപ്പാട്ട് അരയന്മാരാണ്. അവിടുത്തെ ആ ദിവസത്തെ എന്തൊക്കെ അവിടെ നടക്കണോ എന്ന് തീരുമാനിക്കുന്നതും ആലപ്പാട്ട് അരയന്മാരാണ്. അങ്ങനെ ഒരു അവകാശം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നമുക്കുണ്ട്. ചെങ്ങന്നൂർ നിവാസികളുടെ അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ ആളുകളുടെ ബന്ധുക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആ ബന്ധത്തിൻ്റെ കെയറോഫിലാണ് ഒരു ദിവസം ദേവനും ദേവിയും ഞങ്ങളവിടെ ചെല്ലാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ചെല്ലാനുള്ള അനുവാദം തന്നിട്ടുള്ളൂ. ആ അനുവാദം നാളിത് വരെ തുടർന്നു വരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി ഇത് ലിഖിതമാണ്. 1820 രേഖപ്പെടുത്തിയിട്ട് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഐതിഹ്യമല്ല ഇത് യഥാർത്ഥമായ കാര്യം. കാരണം ഓരോ വർഷവും ഇങ്ങനെ മത്സരം തയ്യാറാക്കി റെക്കാർഡിക്കലായിട്ട് പൊളിക്കുന്നതിൻ്റെ ആ വർഷത്തിൻ്റെ എണ്ണം അനുസരിച്ചാണ് 1820 ഇപ്രാവശ്യം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1819, ഇപ്രാവശ്യം 1820. കുഴിത്തുറ ഗ്രാമസേവാ സംഘം പ്രസിഡന്റ് സുധീഷ് അമ്പാടി, അമൽദത്ത്, പി ശ്രീകുമാർ, ആലപ്പാട് കരയോഗം പ്രസിഡന്റ് പി വിഭു, ഡി ചിദംബരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ധീവരാസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കുഴിത്തുറ ഗ്രാമസേവാ സംഘവും പറയകടവ് സുഗുണാനന്ദ വിലാസം കരയോഗവുമാണ് ഇത്തവണത്തെ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. താലൂക്കിലെ 31 വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 6-ന് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെത്തും. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം നടത്തുന്നത് ആലപ്പാട്ട് അരയന്മാരാണ്. വൈകിട്ട് 7-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 2-ന് പരിശം വെപ്പ് നടത്തും. 1820-ാമത്തെ പരിശം വെപ്പാണ് ഇത്തവണ നടത്തുന്നത്. പ്രതിഷ്ഠാകാലം മുതൽ ആണ്ടുതോറും ആലപ്പാട് അരയന്മാർ നടത്തിവരുന്ന ചരിത്ര പ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവവും ഈ വർഷത്തെ 1820-ാമത് പരിശം വെപ്പ് പരമ്പരയിൽപ്പെട്ട അംഗകരയോഗങ്ങളുടെ സജീവ പങ്കാളിത്തത്തിൽ ഈ വർഷം കുഴിത്തുറ ഗ്രാമസേവാ സംഘവും പറയകടവ് ശ്രീ സുഗുണാനന്ദവിലാസം കരയോഗത്തിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ മറ്റ് അംഗകരയോഗങ്ങളുടെ സജീവ സാന്നിധ്യത്തിൽ 1200 കുംഭം 14 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, വിവിധ പൂജകൾ എന്നിവയോടുകൂടി നടത്തപ്പെടുകയാണ്. എഴുന്നള്ളത്തിൽ ആചാരപ്രകാരം ആലപ്പാട്ടെ അരയപ്രമാണിമാർ ദേവനും ദേവിക്കും മുമ്പിൽ പരിശുക്കുടം സമർപ്പിക്കും. പ്രസാദമായി കരിക്കും പഴവും പടച്ചോറും പായസവും സ്വീകരിച്ച് ബലിതർപ്പണവും നടത്തിയാണ് മടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.